Welcome to Technical Education Series program on electronic devices and circuits. Today, it is the fourth session of the module 1 transistor as amplifier. In this session, we are dealing with the AC equivalent circuit, expression for input resistance, output resistance, current gain, voltage gain, and power gain, AC load line, and emitter follower. AC equivalent circuit. നാം നേരത്തെ ഡിസ്കസ് ചെയ്ത ആംപ്ലിഫയർ പാരാമീറ്ററുകളായ ഗെയിൻ, ഫ്രീക്വൻസി റെസ്പോൺസ്, ബാൻഡ് വിഡ്ത്ത്, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ നൽകുന്ന AC സിഗ്നലിന് ആംപ്ലിഫയർ സർക്യൂട്ടിൽ നിന്നുണ്ടാകുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ആംപ്ലിഫയറിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഉചിതമായ മാർഗം ആംപ്ലിഫയറിന്റെ AC ഇക്വലന്റ് സർക്യൂട്ട് അപഗ്രഥനം ചെയ്യുക എന്നതാണ്. ഒരു ആംപ്ലിഫയറിൽ AC സിഗ്നൽ പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെ മാത്രം സൂചിപ്പിച്ച് വരയ്ക്കുന്ന സർക്യൂട്ടിനെയാണ് AC ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. AC equivalent circuit of an amplifier is the circuit drawn in which only AC conditions are considered. ഇങ്ങനെ AC equivalent circuit വരയ്ക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. While drawing AC equivalent circuit, following are to be done. 1. Reduce all DC sources to 0 since we are considering only AC conditions. നമ്മൾ AC സിഗ്നലിനെ മാത്രം പരിഗണിക്കുന്നത് കൊണ്ട് DC വോൾട്ടേജ് നൽകാൻ വേണ്ടി നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ DC സോഴ്സുകളും ഷോർട്ട് ചെയ്ത് 0 ആക്കി വെക്കണം. രണ്ടാമത്തെ കാര്യം, ഷോർട്ട് സർക്യൂട്ട് ആൾ കപ്പാസിറ്റേഴ്സ് സിൻസ് കപ്പാസിറ്റേഴ്സ് ഓഫ് ആൻ ഈസി പാത്ത് ഫോർ AC കറണ്ട്. കപ്പാസിറ്റർ വഴി AC കറണ്ട് വളരെ ഈസി ആയിട്ട് കടന്നു പോകുന്നത് കൊണ്ട് എല്ലാ കപ്പാസിറ്റേഴ്സുകളും ഷോർട്ട് ചെയ്ത് നിർത്തണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ AC ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഇവിടെ റെഡ്യൂസ് ആൾ DC സോഴ്സസ് ടു 0 എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ VCC ആയി നൽകിയിട്ടുള്ള DC സോഴ്സ് ഇവിടെ 0 ആയിട്ട് വെക്കണം. അതുകൊണ്ട് VCC പ്ലസ് VCC നമുക്ക് ഷോർട്ട് ചെയ്ത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം. അതുപോലെ എല്ലാ കപ്പാസിറ്റേഴ്സും നമ്മൾ ഷോർട്ട് ചെയ്ത് വെക്കണം. CIN കപ്പാസിറ്റർ നമുക്ക് ഷോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ CE കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യാം. Cout കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ബേസ് സർക്യൂട്ടിൽ R1 റെസിസ്റ്റൻസ് നേരെ വന്ന് ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. R2 നേരത്തെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. CIN ഷോർട്ടാണ്, Cout ഷോർട്ടാണ്, CE ഷോർട്ടാണ്. CE ഷോർട്ട് ആവുന്നത് കൂടെ എമിറ്റർ എന്ത് ചെയ്യും, നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യപ്പെടും. ഇങ്ങനെ ഈ സർക്യൂട്ടിനെ നമ്മൾ AC ഇക്വലന്റ് ആയിട്ട് മാറ്റി വരയ്ക്കുമ്പോൾ ഈ സർക്യൂട്ട് സൂചിപ്പിക്കുന്ന പോലെ R1 ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, R2 ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, Cout ഷോർട്ട് ചെയ്തു. ഇങ്ങനെ R1 പാരലൽ ടു R2 ആയി, RC പാരലൽ ടു R1 ആയി. ഇതാണ് ഈ സർക്യൂട്ടിന്റെ AC ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ AC ഇക്വലന്റ് സർക്യൂട്ടിന്റെ അടിസ്ഥാനത്തിൽ ആംപ്ലിഫയറിന്റെ പാരാമീറ്ററുകൾ എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം. ആദ്യമായി ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത് R1, R2, Rin ബേസ് എന്നീ 3 പ്രതിരോധക മൂല്യങ്ങൾ സമാന്തരമായി വരുമ്പോഴുണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് Ri is equal to R1 പാരലൽ R2 പാരലൽ Rin ബേസ്. ഇവിടെ Rin ബേസ് എന്നത് റെസിസ്റ്റൻസ് ലുക്കിംഗ് ഇൻ ടു ദി ബേസ്. അതായത് ഈ സർക്യൂട്ടിൽ Rin ബേസ് ഈസ് ഈക്വൽ ടു ബീറ്റ R' ആയിരിക്കും. R' എന്നത് AC എമിറ്റർ റെസിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ VBE ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE. It can also be determined by the formula R' is equal to 25 millivolt by IE. അതിന്റെ അടിസ്ഥാനത്തിൽ
input resistance Ra is equal to R1 parallel R2 parallel beta R dash E. ഇവിടെ R1 parallel R2 എന്നതിൻ്റെ മൂല്യം ബീറ്റ ആർ ഡാഷിയെ അപേക്ഷിച്ച് വളരെ കൂടുതലായതുകൊണ്ട് R1 R2 ഒഴിവാക്കി നമുക്ക് ബീറ്റ ആർ ഡാഷി ആയി അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് can be approximated as beta R dash E. അടുത്തത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഇവിടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കുന്നത് RC, RL എന്നീ പ്രതിരോധകങ്ങൾ പാരലലായിട്ട് കണക്ട് ആകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RO is equal to RC parallel RL. ഇനി കറണ്ട് ഗെയിൻ. ഇവിടെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആയിരിക്കും. ഈ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് കറണ്ട് IC ആയിരിക്കും, ഇൻപുട്ട് കറണ്ട് IB ആയിരിക്കും. അതുകൊണ്ട് കറണ്ട് ഗെയിൻ AI is equal to IC divided by IB, that is equal to beta. ഇനി വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസും എന്ന രീതിയിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് വോൾട്ടേജ് ഗെയിൻ AV is equal to V out divided by V in എന്നത് IC into RO ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ IB into R in ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന രീതിയിൽ കണക്കാക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു RO ഡിവൈഡ് ബൈ R in. ഇവിടെ IC ഡിവൈഡ് ബൈ IB എന്നുള്ളത് ബീറ്റ എന്ന രൂപത്തിലെടുത്തപ്പോൾ വോൾട്ടേജ് ഗെയിൻ AV is equal to ബീറ്റ ഇൻറ്റു RO ഡിവൈഡ് ബൈ R in എന്ന് കണക്കാക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു RO ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു R ഡാഷ്. ഇവിടെ R in എന്നതിന് പകരം നമ്മൾ ബീറ്റ R ഡാഷ് എടുത്തു. അങ്ങനെയാവുമ്പോൾ വോൾട്ടേജ് ഗെയിൻ എന്നുള്ളത് RO ഡിവൈഡ് ബൈ R ഡാഷ് E എന്ന് തീരുമാനിക്കാം. ഇനി പവർ ഗെയിൻ. ഇവിടെ പവർ ഗെയിൻ തീരുമാനിക്കുന്നതിന് വേണ്ടി കറണ്ട് ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ എന്ന രീതിയിൽ ആവാം. ദാറ്റ് ഈസ് പവർ ഗെയിൻ AP is equal to AI into AV. That is equal to beta into RO divided by R dash. ഇവിടെ ബീറ്റ കറണ്ട് ഗെയിനും RO divided by R dash E വോൾട്ടേജ് ഗെയിനും ആയിരിക്കും. Next is a problem example. Calculate the input resistance, output resistance, voltage gain, current gain and power gain of the amplifier circuit shown. Given that R dash E is equal to 25.4 ohms and beta is equal to 150. So we'll see the solution. ആദ്യം input resistance നോക്കാം. To find out the input resistance is R1 parallel, R2 parallel, R in base. Here R1 is given, R2 is given, R in base we know that is beta R dash E. So input resistance Ra is equal to R1 parallel, R2 parallel, beta R dash. Here beta is given and R dash is also given, so that we can write 18K, that is R1, 4.7K, R2 parallel 150 is the beta value and R dash E value is 25.4 ohms, and which will be equal to 18K parallel to 4.7K parallel to 3.81K, which is equal to 1.88K. So the input resistance of the circuit is 1.88K. Next we will see the output resistance. The expression for the output resistance is equal to RC parallel RL. Here RC is equal to 1.5K, RL is equal to 5K. So that RO is equal to 1.5K parallel to 5K, which is equal to 1.15K. So the output resistance of the circuit is equal to 1.15K. Next we will see the voltage gain. Voltage gain is equal to RO divided by
R dash E, where RO is the output resistance that is known 1.15K, R dash E is equal to 25.4 ohms. So that voltage gain is equal to 1.15K divided by 25.4, which is equal to 45.3. So the voltage gain of the circuit is equal to 45.3. Next we will see the current gain. Current gain will be always the beta, which is equal to 150. Next, power gain. Power gain will be equal to the multiplication of voltage gain and current gain. So power gain AP is equal to AV into AI. AV is known, that is 45.3, and AI is equal to 150. So that power gain is equal to 45.3 into 150, which is equal to 6,795. AC load line. DC load line എന്താണെന്ന് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആംപ്ലിഫയറിന് ഇൻപുട്ട് നൽകാത്ത അവസ്ഥയിൽ അഥവാ DC കണ്ടീഷനിൽ ട്രാൻസിസ്റ്ററിന്റെ വ്യത്യസ്ത VCE, IC അളവുകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് സൂചിപ്പിക്കുന്ന രേഖയാണ് DC ലോഡ് ലൈൻ. എന്നാൽ ഇൻപുട്ടിൽ AC സിഗ്നൽ നൽകുമ്പോൾ ട്രാൻസിസ്റ്ററിൽ നിലനിൽക്കുന്ന DC കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും അളവുകളിൽ മാറ്റം വരികയും AC സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വ്യതിയാനത്തിനനുസൃതമായി ഓപ്പറേറ്റിംഗ് പോയിന്റ് അത് നിലനിന്നിരുന്ന സ്ഥാനത്ത് നിന്നും ഇരുഭാഗങ്ങളിലേക്കും അകന്നു പോകുന്നതുമായിരിക്കും. AC സിഗ്നൽ നൽകുമ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിനുണ്ടാകുന്ന സ്ഥാനചലനത്തെ സൂചിപ്പിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ വരച്ചിരിക്കുന്ന രേഖയാണ് AC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. AC load line is a line drawn on output characteristics of a transistor along which the operating point shift when changes in output voltage and current are caused by an input signal. ഇത് AC കണ്ടീഷനിലുള്ള വ്യത്യസ്ത IC, VCE അളവുകളെ സൂചിപ്പിക്കുന്നതായിരിക്കും. It gives the values of IC and VCE at AC conditions. AC ലോഡ് ലൈനിന്റെ അഗ്രബിന്ദുക്കൾ X ആക്സിസിൽ AC സിഗ്നൽ നൽകുമ്പോഴുണ്ടാകുന്ന പരമാവധി കളക്ടർ എമിറ്റർ വോൾട്ടേജിനെ സൂചിപ്പിക്കുന്ന ബിന്ദുവും Y ആക്സിസിൽ AC സിഗ്നൽ നൽകുമ്പോഴുണ്ടാകുന്ന പരമാവധി കളക്ടർ കറണ്ടിനെ സൂചിപ്പിക്കുന്ന ബിന്ദുവുമായിരിക്കും. അതായത് the end points of AC load line are maximum collector emitter voltage point in AC condition on x-axis and maximum collector current point in AC condition on y-axis. AC equivalent circuit പ്രകാരം AC സിഗ്നൽ നൽകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പരമാവധി കളക്ടർ എമിറ്റർ വോൾട്ടേജിന്റെ അളവ് VCE പ്ലസ് IC/RAC എന്നായിരിക്കും. ഇവിടെ VCE എന്നത് DC കണ്ടീഷനിൽ ഉള്ള കളക്ടർ എമിറ്റർ വോൾട്ടേജിന്റെ അളവും IC/RAC എന്ന് പറയുന്നത് AC സിഗ്നൽ നൽകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പരമാവധി വോൾട്ടേജ് വർധനവിനെയും സൂചിപ്പിക്കുന്നു. എന്നാൽ AC സിഗ്നൽ നൽകുമ്പോൾ ഉണ്ടാവുന്ന പരമാവധി കളക്ടർ കറണ്ടിന്റെ അളവ് IC പ്ലസ് VCE ബൈ RAC ആയിരിക്കും. ഇവിടെ IC എന്നത് DC കണ്ടീഷനിൽ ഉണ്ടായിരുന്ന കളക്ടർ കറണ്ടിന്റെ അളവും VCE ബൈ RAC എന്നത് സിഗ്നൽ നൽകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പരമാവധി ICയുടെ വർധനവിനെയും സൂചിപ്പിക്കുന്നു. ഇവിടെ AC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് എന്നത് y -1/RAC ആയിരിക്കും. Next, we will see an example. Draw the DC and AC load line for CE circuit with the RC is equal to 4K, RL is equal to 12K, and VCC is equal to 20 volt. The value of R1 and R2 are chosen so as to fix the operating point at 10 volt, 2.5 milliamps. Assume RA is negligible.
Here RC, RL, VCC, VCE and IC are all given to draw the DC and the AC load line. So we'll see the solution. First of all, we'll draw the DC load line. Endpoint of DC load line on VCE axis is at VCE is equal to VCC. Here VCC is given as 20 volt. So the endpoint of DC load line on VCE axis is at 20 volt. Then endpoint of DC load line on IC axis is at VCC divided by RC. Here VCC is 20 volt, RC is 4K, so that VCC by RC is equal to 20 divided by 4K, that is 5 milliampere. So the endpoint of DC load line on IC axis is at 5 milliampere. So joining these 2 points will give the DC load line. So we'll join these 2 lines. First of all, we'll mark the 20 volt on VCE axis and 5 milliampere point on IC axis. Joining these 2 points will give the DC load line. Next we'll draw the AC load line. Endpoint of AC load line on VCE axis is at max VCE, that is equal to VCE plus IC RAC. Here VCE is given, IC is 2.5 milliampere, and we'll find RAC. RAC is equal to RC parallel RL. RC is equal to 4K, RL is equal to 12K. So that RC parallel RL is equal to 4K parallel 12K, which is equal to 3K. Then we'll see the max VCE. That is equal to 10 plus 2.5 milliampere into 3K, which is equal to 17.5 volt. So this is the point of this AC load line on VCE axis. Next, endpoint of AC load line on IC axis is at the maximum IC, which is equal to IC plus VCE by RAC. Here IC is known, VCE is also known, RAC is already determined as 3K. So we'll write the max IC is equal to 2.5 milliampere plus 10 volt divided by 3K, which is equal to 5.8 milliampere. By joining these 2 lines on output characteristics curve, we'll get the AC load line. First of all, we'll mark 17.5 volt on voltage axis. Then 5.8 milliampere on IC axis. Joining these 2, we'll get the AC load line. Emitter follower. ഇതുവരെ നാം പ്രതിപാദിച്ചിരുന്ന കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ നിന്നും വ്യത്യസ്തമായി കോമൺ കളക്ടർ കോൺഫിഗറേഷൻ രീതിയിൽ സജ്ജമാക്കിയ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ് എമിറ്റർ ഫോളോവർ. ഈ സർക്യൂട്ടിൽ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ RC റെസിസ്റ്റൻസ് ഒഴിവാക്കി നേരിട്ട് VCCയിലോട്ട് കണക്ട് ചെയ്ത രീതിയിലും എമിറ്റർ റെസിസ്റ്റർ REക്ക് കുറുകെയുള്ള ബൈപ്പാസ് കപ്പാസിറ്റർ CE ഒഴിവാക്കി എമിറ്റർ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ Cout വഴി ലോഡ് റെസിസ്റ്റർ RLലേക്ക് നേരിട്ട് കണക്ട് ചെയ്ത രീതിയിലുമാണ്. ഈ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നത് റെസിസ്റ്റർ REക്ക് കുറുകെ വരുന്ന വോൾട്ടേജ് ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് VO is equal to VE. Emitter follower is an amplifier circuit in common collector configuration. In this circuit, the collector is tied directly to the VCC without collector resistor RC. Also, there is no emitter bypass capacitor CE. Here, the output voltage VO is taken across the emitter resistor RE through Cout. So the output voltage VO is equal to VRE, that is equal to VE, that is equal to VP minus VB, and it is approximately equal to VB since VB is very much less than VB. ഇനി ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത്
ബേസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫോർവേഡ് ബയാസ് വോൾട്ടേജ് കൂടുന്നതും അത് എമിറ്റർ വോൾട്ടേജ് കൂടുന്നതിന് കാരണമാവുകയും ചെയ്യും. ഈ സമയം ഔട്ട്പുട്ടിൽ ലഭ്യമാവുന്നത് ഔട്ട്പുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. അതേസമയം ഇൻപുട്ട് സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ബേസിന് ലഭിക്കുന്ന ഫോർവേഡ് ബയാസ് VB കുറയുന്നതും ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് VE കുറയാൻ കാരണമാവുകയും ഈ സമയം ഔട്ട്പുട്ടിൽ ലഭ്യമാവുന്നത് ഔട്ട്പുട്ട് സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളുമായിരിക്കും. എമിറ്റർ ഫോളോവർ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനോടും ഫേസിനോടും സമാനമായിരിക്കും. ഈ കാരണം കൊണ്ടാണ് എമിറ്റർ ഫോളോവർ സർക്യൂട്ടിനെ ആ പേര് വിളിക്കുന്നത്. During the positive half cycle of the input signal, the forward bias on the base VB is increased, causing increase in emitter voltage, that is VE is equal to VB minus VBE. During negative half cycle of the input signal, VB is decreased and causing decrease in emitter voltage. In this circuit, it is seen that the output voltage is almost the same as the input voltage in its amplitude and phase. Thus, the output voltage at emitter follows the input signal and hence this circuit is called as emitter follower. Emitter follower circuitന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് എമിറ്റർ ഫോളോവർ: ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് 20 to 500K, low output impedance 50 to 1000 ohms, relatively high current gain and power gain 50 to 500, voltage gain of less than unity, distortionless output, very large bandwidth, output and input AC voltages are in phase and equal in magnitude. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. പ്രധാനമായും എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് സർക്യൂട്ടിൽ നിന്നും ലോ ഇൻപുട്ട് ഇംപിഡൻസ് സർക്യൂട്ടിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ഇംപിഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. The main application of emitter follower circuit is for impedance matching. It is used to transfer energy from a high output impedance circuit to that of a low impedance circuit. Let us conclude this session here and we'll see the main points we discussed in this session. AC equivalent circuit. AC equivalent circuit of an amplifier is the circuit drawn in which only AC conditions are considered. So based on this AC equivalent circuit, we derived the expression for the input resistance as beta R dash E, output resistance RO is equal to RC parallel RL, current gain AI is equal to IC divided by IB, that is equal to beta, voltage gain AV is equal to RO divided by R dash E, power gain AP is equal to beta into RO divided by R dash E. And we see the AC load line. It gives the values of IC and VC at AC conditions. And the endpoints of AC load line are maximum collector emitter voltage, which is equal to VC plus IC RAC, maximum collector current IC plus VCE divided by RAC. The slope of AC load line can be given by Y is equal to minus 1 by RAC. Then we discussed on emitter follower. It is an amplifier circuit in common collector configuration. The output voltage at emitter follows the input signal and hence this circuit is called emitter follower. And the features of emitter follower are high input impedance, low output impedance, high current gain and power gain, voltage gain of less than unity. And the application of the emitter follower circuit is impedance matching. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
താങ്ക് യു.